ഗൈസ്, അപ്പം ഞാൻ തിരിച്ച് ചെന്നൈക്ക് തന്നെ പോവാണ് കേട്ടോ. ലീവ് കഴിഞ്ഞ് പോവാണ്. ഉണ്ണിയപ്പം ഉണ്ടാക്കി തന്നിട്ടുണ്ട് കേട്ടോ, കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഇത് ചക്കോണ്ട് ഉണ്ടാക്കിയതാണ്, പക്ഷേ ഇതിൽ എന്തൊക്കെ ചേർത്തെന്നുള്ളതെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് കറക്റ്റായിട്ട് എന്താ സംഭവം എന്ന് അറിയില്ല കേട്ടോ. കഴിച്ചൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ചക്കയുടെ ഫ്ലേവർ ഞാൻ സാധാ ഉണ്ണിയപ്പം, അപ്പോൾ ചോദിച്ചപ്പോൾ നല്ല ചക്കോണ്ട് ഉണ്ടാക്കിയതാണ് ഉണ്ണിയപ്പം കേട്ടോ. ഉണ്ടോ നല്ല സോഫ്റ്റ് കേട്ടോ. ചക്കോണ്ട് ഉണ്ടാക്കിയത് എങ്ങനെ ഉണ്ടാക്കിയത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഞാൻ കിടന്ന് ഓർമ്മയായിരുന്നേ. പിന്നെ മധുരക്കിഴങ്ങ് കൊണ്ട് മറ്റേ ചിപ്സ് ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ ചക്ക വറുത്ത പോലെ ഉണ്ടാക്കില്ലേ, അതുപോലെ മധുരക്കിഴങ്ങ് കൊണ്ട് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉണക്കമീൻ കേട്ടോ. അപ്പം മാന്തളും പച്ചമുളകും കൂടി ചേർത്ത് എനിക്ക് പൊരിച്ച് തന്നിട്ടുണ്ട് കേട്ടോ. കാരണം എനിക്ക് ഇടയ്ക്കൊരു തോന്നലാണ് ഉണക്കമാതിരി തിന്നാനേ. അപ്പോൾ അതിന് കുറച്ച് ഞാൻ ഉണക്കമാതിരി പൊരിച്ച് നല്ല സ്മെല്ലായിരിക്കും, എന്നാലും ഞാൻ പൊതിഞ്ഞ് പാത്രത്തിൽ ആക്കുന്നുണ്ട്. അപ്പോൾ ഉണ്ണിയപ്പം ഉണ്ട്, മധുരക്കിഴങ്ങ് വറുത്തതുകൊണ്ട്, പിന്നെ ഉണക്കമാന്തളും. ഇത്രയൊക്കെ മതി കേട്ടോ. അപ്പോൾ ഗൈസ്, 10 ദിവസത്തെ ലീവ് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തീർന്നിട്ട് 10 ദിവസം. ഇനി അടുത്ത മാസം ആവണം ലീവിന് വരണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെ ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. സൂപ്പർ ടേസ്റ്റാണ് ഗൈസ്. ഇവിടെ മീനും പിന്നെ ഉണ്ണിയപ്പൊക്കെ പറഞ്ഞില്ല, അതിന് കൂടെ കൊണ്ടുപോകാനുള്ള സാധനം തന്നെ കേട്ടോ. ഇത് കരിഞ്ഞതൊന്നല്ല കേട്ടോ, കരിഞ്ഞതൊക്കെ ഈ കളർ തന്നെയാണ് ഗൈസ്. ഫോണിൽ കാണുമ്പോൾ കുറച്ചും കൂടെ ആർക്കായിട്ട് തോന്നുന്നു. ഗൈസ്, അപ്പോൾ ഇതട്ടോ ചക്കരക്കിഴങ്ങ് ഫ്രൈ ചെയ്തത്, ചക്കരക്കിഴങ്ങ് ചിപ്സ്. ഓക്കെ. പിന്നെ നമ്മൾ ഉണ്ണിയപ്പം കേട്ടോ. പിന്നെ ഇത് നമ്മൾ സ്വന്തം ഉണക്കമീൻ ഗൈസ്. അപ്പോൾ അത് നമുക്ക് കൊണ്ടുപോകാനുള്ളത്. ഓക്കെ. അങ്ങനെ ഗൈസ്, നമ്മൾ ലീവൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഉണക്കമീനൊക്കെ പാത്രത്തിലാക്കി നമ്മൾ നേരെ വണ്ടി വിട്ടു നമ്മൾ സ്വന്തം മദ്രാസിലോട്ട് കേട്ടോ. അടുത്തുള്ളൊരു കൂടെ ഇരുത്തൊന്നും അറിയില്ല കേട്ടോ ഉണക്കമീൻ്റെ നാറ്റം കാരണം. പക്ഷേ അതൊന്നും നമ്മൾ കയറ്റിയേക്കില്ല. നമ്മൾ നേരെ ബാഗിലൊക്കെ സാധനമായിട്ട് ആരും പിടിച്ചു നോക്കാനൊന്നും പോകണില്ലല്ലോ. അങ്ങനെ ഇത്തവണ എന്താണെന്നറിയില്ല, ഭയങ്കര സങ്കടം കേട്ടോ. മുഖം കണ്ടാൽ തന്നെ അറിയാമല്ലോ നിങ്ങൾക്ക്. എന്തോ എവിടേക്കോ ഭയങ്കര സങ്കടം തോന്നി. അങ്ങനെ പിന്നെ നമ്മൾ ട്രെയിൻ വന്നു, നമ്മൾ നേരെ കയറിയിരുന്നു കേട്ടോ. പിന്നെ ഇരുട്ടത് എന്ത് കാഴ്ച കാണാനാണ്, പ്രത്യേകിച്ച് കാഴ്ച കാണാനില്ല. പിന്നെ രാവിലെ നേരെ ചെന്നൈയിലെത്തി കഴിഞ്ഞാൽ ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ ഞങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ നമ്മൾ ചെന്നൈയിലെത്തിയിട്ടുണ്ട്. കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് കുറേ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോസ് ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളെ കൂടെ തന്നെ കൂടിക്കൊള്ളൂ ഗൈസ്. ഇത്രയൊക്കെയുള്ള വീഡിയോ. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.